VS ജോയി മുന്നിൽ. ഇപ്പോൾ UDFന്റെ ലീഡ് നില കേരളത്തിൽ ഉടനീളം എടുത്താൽ 67ലേക്ക് UDF കുതിക്കുന്നു. 63 സീറ്റുകളിൽ മാത്രമാണ് LDF, NDA രണ്ടിടത്ത്, അതേഴ്സ് 1. അത് G സുധാകരന്റെ അമ്പലപ്പുഴയിലെ ലീഡ് നിലയാണെന്ന് കരുതണം. അങ്ങനെ കണക്കാക്കുമ്പോൾ 68ലേക്ക് ഇപ്പോൾ UDF എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രാജൻ പല്ലൻ 873 കംഫർട്ടബിൾ ആയി വിജയിക്കും തൃശ്ശൂരിൽ UDF സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടി 2341 മലപ്പുറത്ത്. KM ഷാജി വേങ്ങരയിൽ രാജീവ് ലീഡ് ചെയ്ത ആദ്യ റൗണ്ടിൽ ഇത്തവണ UDFനാണ് ലീഡ് എന്നുള്ളതൊരു ട്രെൻഡിന്റെ സൂചനയാണ്. P രാജീവ് പിന്നിൽ കഴിഞ്ഞ തവണ ലീഡ് ചെയ്തതായിരുന്നു ആദ്യ റൗണ്ടിൽ. അവിടെയാണ് ഇപ്പോൾ UDF ലീഡ് നേടിയിരിക്കുന്നത്. അതായത് LDFന്റെ സ്ട്രോങ് ഹോൾഡിൽ കളമശ്ശേരിയിലെ ആദ്യ റൗണ്ടിൽ UDFന് ലീഡ് കിട്ടിയിരിക്കുകയാണ്. രാജീവ് പിന്നിൽ, മറ്റൊരു മന്ത്രി കൂടി പിന്നിൽ. ലീഡ് നിലനിർത്തുന്നു. 709 വോട്ടിന്റെ ലീഡ്. അയ്യോ കൽപ്പറ്റയിൽ സിദ്ദിഖിന്റെ ലീഡ് 2700 കൽപ്പറ്റയിൽ സിദ്ദിഖിന്റെ ലീഡ് 2700 വലിയ ട്രെൻഡാണിത്. 2700ലേക്ക് കൽപ്പറ്റയിൽ TM സിദ്ദിഖിൽ ലീഡ് എത്തിയിരിക്കുന്നു. വയനാട്ടിലെ മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികൾ ലീഡ് ഇപ്പോൾ 2500 കടന്നിരിക്കുന്നു. കളമശ്ശേരിയിൽ UDF ലീഡ് ഉയർത്തിയിരിക്കുന്നു 650ലേക്ക്. കാട്ടാക്കടയിൽ 1988 വോട്ടിന് ലീഡ് ചെയ്ത സ്ഥലത്താണ് UDF 650 വോട്ടിന്റെ ലീഡ് എടുത്തത്. കാട്ടാക്കടയിൽ MR ബൈജു 445 വോട്ടുകൾക്ക് മുന്നിൽ. കാട്ടാക്കടയിൽ MR ബൈജു 445 വോട്ടുകൾക്ക് മുന്നിൽ. ഏറ്റുമാനൂരിൽ VN വാസവൻ മന്ത്രി പിന്നിൽ. അപ്ഡേറ്റ് വരുന്നു. ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗിക അപ്ഡേറ്റ് വരുമ്പോൾ തൃശ്ശൂരിൽ രാജൻ പല്ലന്റെ ലീഡ് 663 വോട്ടുകളാണ്. അതേസമയം ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷാണ് ലീഡ് ചെയ്യുന്നത്. ആദ്യ റൗണ്ടിൽ 1181 വോട്ടുകളാണ് നാട്ടകം സുരേഷ്. P രാജീവും പിന്നിൽ, റോഷി അഗസ്റ്റിൻ പിന്നിൽ, VN വാസവൻ പിന്നിൽ, 3 മന്ത്രിമാർ, KB ഗണേഷ് കുമാർ, 4 മന്ത്രിമാർ പിന്നിൽ. 4 മന്ത്രിമാർ വ്യക്തമായ രീതിയിൽ തന്നെ പിന്നിട്ട് നിൽക്കുകയാണ്. അതിൽ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് ലീഡ് ഉയർത്തുന്നു. ഫാത്തിമ തഹലിയുടെ ലീഡ് 700 കടന്നു. ഫാത്തിമ തഹലിയുടെ ലീഡ് പേരാമ്പ്രയിൽ 700 കടന്നു. ഇടതുകോട്ടയാണ്, അവിടെ 700 കടന്നു. വണ്ടൂരിൽ വലിയ ലീഡിലേക്ക് KP അനിൽകുമാർ പോകുന്നു. രാജൻ പല്ലൻ ലീഡ് 663ലേക്ക് കുറയുന്നു. വലിയ ലീഡ് UDF സ്ഥാനാർത്ഥികൾ നേടുന്നു. ആര്യാട് ചൗക്കത്ത് 510 വോട്ടുകൾക്ക് മുന്നിൽ. KN ബാലഗോപാലാണ് കൊട്ടാരക്കരയിൽ ലീഡ് ചെയ്യുന്ന മന്ത്രിമാരിൽ പ്രമുഖൻ. KN ബാലഗോപാലാണ്. ആദ്യ ഘട്ടം മുതൽ തന്നെ ബാലഗോപാൽ ലീഡ് ചെയ്യുന്നുണ്ട്. സതീഷ് കൊച്ചുപറമ്പിൽ കോന്നിയിൽ 162 വോട്ടുകൾക്ക് മുന്നിൽ. കോന്നിയിൽ പോലും UDF ലീഡ് വരുന്നു. അടൂരിൽ പ്രജി കണ്ണന്റെ ഒരു ലീഡ് ഉണ്ട്. 110 വോട്ടുകളാണ് എന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. കൽപ്പറ്റയിലും കോങ്ങാടും ഒന്നാം റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ്. കൽപ്പറ്റയിൽ 2122 വോട്ടിന് T സിദ്ദിഖ് മുന്നിൽ നിൽക്കുന്നു. കോങ്ങാട് LDFും UDFും ഒപ്പത്തിനൊപ്പം. തീർച്ചയായും സജി ചെറിയാന്റെ ലീഡ് 1000 കടന്നു. ചെങ്ങന്നൂരിൽ സജി ചെറിയാന്റെ ലീഡ് 1000 കടന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട്. പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം 117 വോട്ടുകൾക്ക് മുന്നിലാണ്. പുതുക്കാട് KK രാമേന്ദ്രൻ 37 വോട്ടുകൾക്ക് മുന്നിലാണ് എന്നുള്ള കണക്ക് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാസർഗോഡ് കല്ലട മാഹീൻ 1746 വോട്ടുകൾ. കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. 72 സീറ്റുകളിലേക്ക് ലീഡ് മാറി. 71+1 സുധാകരന് കൂട്ടം 71+1 72ലേക്ക് ഇപ്പോൾ UDF കേവല ഭൂരിപക്ഷം. UDFന് അനുകൂലമായ ഒരു ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പലയിടങ്ങളിലും LDF കഴിഞ്ഞ തവണ ലീഡ് ചെയ്ത ഒന്നാം റൗണ്ടുകളിൽ ഇപ്പോൾ UDF ലീഡ് ചെയ്യുന്നു. കളമശ്ശേരി അതിനൊരു ഉദാഹരണമാണ്, ഉടുമ്പൻചോല ഉദാഹരണമാണ്, പത്തനാപുരം ഉദാഹരണമാണ്. അല്ലെ, വലിയ ട്രെൻഡാണ്. എറണാകുളം ജില്ലയിൽ, ഇടുക്കി ജില്ലയിൽ, വയനാട് ജില്ലയിൽ ഒക്കെ വലിയ ട്രെൻഡ് UDF അനുകൂലമായി ഉണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പീരുമേട്ടിലും UDF സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഏറ്റുമാനൂരിൽ നാട്ടകം സുരേഷ് 1580 വോട്ട് ലീഡ് ചെയ്യുന്നു. 41 വോട്ടിന്റെ അവിടെ മന്ത്രി VN വാസവൻ പിന്നിലാണ്. അതേസമയം വയനാട് സുൽത്താൻ ബത്തേരിയിലും UDFന് വൻ ലീഡാണ്. 2000 വോട്ടുകളുടെ ലീഡ് 5000 കടന്നു. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ലീഡ് 5000 കടന്നു. വലിയ കണക്കാണ്. കൊച്ചിയിൽ ഒരുപക്ഷെ സംസ്ഥാനത്ത് ആദ്യമായി 5000 ലീഡ് കടക്കുന്ന സ്ഥാനാർത്ഥിയായി VD സതീശന്റെ വിശ്വസ്തൻ മുഹമ്മദ് ഷിയാസ് മാറുന്നു. ഔദ്യോഗിക അപ്ഡേറ്റുകൾ വരുന്നു. 4ഇടത്തെ ആദ്യ റൗണ്ട് ഫലങ്ങളാണ് ലീഡ് നിലകൾ പങ്കുവെക്കുന്നത്. അതിൽ നാട്ടികയിൽ CPIയുടെ ലീഡ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. നാട്ടികയിൽ CPI നേടുന്ന ലീഡ് 859 വോട്ടുകളുടെ ലീഡാണ് ആദ്യ റൗണ്ടിൽ നേടുന്നത്. രണ്ടാമത് BJP ആണ്. അവിടെ CC മുകുന്ദനാണ് രണ്ടാമത്. നാട്ടികയിൽ NDA ആണ് രണ്ടാമത് നിൽക്കുന്നത്. മൂന്നാമതാണ് അവിടെ സുനിൽ ലാലൂർ. ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തൃശൂർ നാട്ടികയിൽ LDF മുന്നിൽ. മുൻ MLA ഗീതാ ഗോപി മുന്നിട്ട് നിൽക്കുന്നു. മുൻ MLA CC മുകുന്ദനാണ് രണ്ടാമത്. അല്ലേ, ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ ലീഡ് ചെയ്യുന്നു എന്ന വാർത്ത വരുന്നു. മന്ത്രിമാർ പിന്നിലാണ്. VN വാസവൻ പിന്നിലാണ്. റോഷി അഗസ്റ്റിൻ പിന്നിലാണ്. 1 ഡസൻ മന്ത്രിമാർ തോക്കും
കൊടുക്കും എന്നതായിരുന്നു VD സതീശൻ പറഞ്ഞിരുന്നത്. അതിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് സംശയിക്കണം. അയ്യോ, കാസർഗോഡ് വലിയ ലീഡിലേക്ക് ലീഗ് സ്ഥാനാർത്ഥി കല്ലട മാഹിൻ കുതിക്കുന്നു. 4177. അവിടെ ആദ്യഘട്ടത്തിലൊക്കെ NDAയുടെ നേടിയ ലീഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 4177 വലിയ ട്രെൻഡാണ്. കാസർഗോഡ് അത്തരത്തിലുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം ഉണ്ടായിരിക്കുന്നതിന് ഉദാഹരണമാണ്. മുഹമ്മദ് ഷിയാസിന്റെ ഭൂരിപക്ഷമാണ് അത്ഭുതം. 5000 കടന്നിരിക്കുകയാണ് ഈ റൗണ്ടുകളിൽ. IC ബാലകൃഷ്ണൻ 2600 കടന്നിരിക്കുന്നു. MJ സെബാസ്റ്റ്യൻ പൂഞ്ഞാറിൽ 348 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. പള്ളിക്കുന്നത്ത് TV ഇബ്രാഹിം 1052 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ മൂവാറ്റുപുഴയിൽ 1800 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. മാത്യു കുഴൽനാടൻ തുടർച്ചയായി ലീഡ് നിലനിർത്തുന്നുണ്ട്. 709 വോട്ട് നേടി ലീഡ് നിലനിർത്തുന്നു കൊല്ലത്ത് ബിന്ദു കൃഷ്ണ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചിട്ടുള്ള 5 വർഷങ്ങളാണ് കടന്നുപോയിട്ടുള്ളത്. അതിന്റെ ഫലം കിട്ടുന്നു. കൊല്ലത്ത് ലീഡ് നിലനിർത്തുന്നു ബിന്ദു കൃഷ്ണ. VN വാസവൻ പിന്നിൽ. വലിയ പിന്നോക്കമാണ് VN വാസവൻ. 1180 വോട്ടുകൾക്ക് VN വാസവൻ പിന്നിൽ. മന്ത്രിമാർ പിന്നിൽ പോകുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും അപ്ഡേറ്റ് എന്ന് പറയുന്നത്. മന്ത്രിമാർ പലരും പിന്നിൽ പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മേഖലകളിലും ഒക്കെ വലിയ തിരിച്ചടി നേരിടുന്നു എന്നതാണ് VN വാസവന്റെ കുന്നംകുളത്ത് PT അജയമോഹൻ 41 വോട്ടുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.